മോനെ ജിബി, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പതാകയുടെ കളറ്. അപ്പോൾ ഈ കളറിൽ നമുക്ക് സെൻറ്ററിൽ നല്ല എറിച്ച് നിൽക്കണ ഒരു ലോഗോ, DDT എന്ന് വെച്ചിട്ട് നിനക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ സംഭവം, ആ രീതിയിൽ ഒരു സംഭവമാണ് നമുക്ക് ചെയ്തു തരേണ്ടത് കേട്ടോ. എന്നിട്ട് എനിക്ക് ആ സാമ്പിൾ അയക്കി. ക്ലീറ്റോ എങ്ങനെയാന്ന് പറ ക്ലീറ്റോ. വരട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. ഇനി വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരാൻ എനിക്ക് നാളെ കൊടുക്കണോന്ന്. നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നോട്ടടിച്ച് വെച്ചിട്ടൊന്നുമില്ല തങ്കം. പെട്ടെന്നാണോ ഞാൻ പറഞ്ഞത്? ഞാൻ മിനിഞ്ഞാന്ന് പോലെ പറയണല്ലേ ക്ലീറ്റോ. എന്റെ കയ്യിലിരുന്ന പൈസ മേടിച്ചിട്ട് ഇപ്പൊ ഇരുന്ന് പറയണ കേട്ടോ. ഇത് നീ പറയണ കേട്ടോ, ഞാൻ പുട്ടു പിഴിഞ്ഞ പോലെയാണല്ലോ. ഇത് കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ചെലവാക്കിയത്. അയ്യേ, കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലിരുന്ന ചിട്ടി പൈസ എടുത്താണ് ചെലവാക്കേണ്ടത്. അതിനെ അധ്വാനിക്കണം, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൊണ്ടുവരണം. പഴയ കാലം അല്ല, ഇപ്പൊ ചെലവ് കൂടുതലുള്ള കാലമാണ്. കുടുംബത്തിലെ ആണും പെണ്ണും ഒരുപോലെ അധ്വാനിച്ചാലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ചില അത്രയ്ക്കുണ്ട്. അങ്ങനെ നിങ്ങളെ ആൾക്കാരല്ലേ ഭരിക്കണത്. എന്തെന്ന് ഞങ്ങൾ പ്രതിപക്ഷമായി പോയി, ഞങ്ങൾ ഭരണപക്ഷത്ത് വരട്ട് അപ്പൊ കാണിച്ചു തരാം. പല പെണ്ണുങ്ങൾക്കും ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വരും. എനിക്ക് അറിയായിരുന്നു ക്ലീറ്റോ, നിങ്ങൾ ഇങ്ങനെ തുത്തത്താന്ന് പറയൂ എന്നുള്ളത് പൈസ തരാൻ നേരത്ത്. അതുകൊണ്ടാണ് ഞാൻ കിടന്ന് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് അത് അന്വേഷിച്ച് കണ്ടെടുത്തി വെച്ചത്. അതും എടുത്തിട്ട് പോയി. നീ ഈ സമയത്തിന്റെ കാര്യം പറയണത് നിനക്ക് മാത്രമേ ഉള്ളൂ ഇത്ര വെപ്രാളം. ഈ പൈസ കൊണ്ടൊന്ന് കുടുംബശ്രീയിൽ അങ്ങോട്ട് അടയ്ക്കാൻ കേട്ടോ. എന്താ വേറെ ആരും കൊടുക്കണില്ല? വേറെ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അടയ്ക്കണില്ല. ഞാൻ അന്വേഷിച്ചു. നീ മാത്രമേ ഉള്ളൂ ഈ ഓടിച്ചാടി ഇത്തിരി പൈസ തന്ന കൈ. കുറച്ച് വെപ്രാളമുണ്ട്. മര്യാദക്ക് എന്റെ പൈസ കൊണ്ട് തന്നു ക്ലീറ്റോ, അല്ലെങ്കിൽ എന്റെ മുഖം കാണും. പരിപാടിയായിട്ട് നിൽക്കുകയാണ്. ഈ പാർട്ടിയുടെ കൊടിയുടെ ലോഗോ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. മേലെ ഘടകത്തിൽ അതിന്റെ ചർച്ച നടക്കുകയാണ്. ഓ പിന്നെ ഇനി കോഗോ മാറ്റിയപ്പോ കൊറേ അങ്ങ് കിട്ടും അങ്ങോട്ട്. പീറ തുണിയും കൊണ്ട് ഇരിക്കുകയാണ് നേരം നിൽക്കുമ്പോ. ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ നിനക്ക്? ആ വില അറിയാതെ 10 രൂപ പോലും ഇല്ല മീറ്ററിന്. അയ്യോ, നിനക്ക് അതൊക്കെ അറിയാവൂ. എടി ഇതിന്റെ മൂല്യം എന്താണെന്ന് അറിയാം, എന്റെ മഹത്വം എന്താണെന്ന് അറിയാമോ ഈ പതാക്കയുടെ? എങ്ങനെ നിങ്ങൾ തിന്നുക എങ്ങോട്ട് നിന്ന് വരണതൊന്നും അറിയണില്ലല്ലോ മനുഷ്യ. ഇതിന്റെയൊക്കെ പേരിലാണ് ഓരോന്ന് ഈ പാർട്ടി ഉള്ളത് കൊണ്ടാ. ഒരു ഉപകാരം ഇല്ലാത്ത ഈ സാധനത്തിൽ ഇപ്പൊ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണ. നിനക്ക് ഉപകാരമില്ല. നിനക്കില്ലേലും നിനക്കിനി എന്ത് കിട്ടിയാലും തികയില്ല. ഉപകാരമല്ലോ പോലും പാർട്ടിയുടെ. ഇതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസൈനർമാർ ക്യൂ ആണ്, അടിയാണ്. ഇതങ്ങോട്ട് ലോഗോ ആക്കി ഇതിന്റെ പുതിയ ലോഗോ വന്നു കഴിഞ്ഞാൽ ഈ പതാക കൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഒരു വലിയ ജോത്സ്യം പറഞ്ഞേക്കാണ്. അതാണ് കാര്യം. 4-3-7 പേരുള്ള പാർട്ടിയിലാണ് എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രൊഫഷനിൽ തൊട്ട് കളിക്കരുത് കേട്ടാ. പാർട്ടി നിനക്ക് പുച്ഛല്ലേടി? പുച്ഛാണ്. ഈ പാർട്ടി കൊണ്ട് എനിക്കൊരു ഗുണമില്ല. എന്റെ പൈസ മര്യാദ കൊണ്ടൊന്ന് വെച്ച പൈസ തരാം. ഞാനൊന്ന് ബഹളം വെക്കണ്ട. ബഹളം വെക്കാൻ കൊന്നിട്ടാലും ഞാൻ പൈസ കൊണ്ട് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചത്ത് മലച്ച് പുറത്തോട്ട് പോയിട്ടുള്ള ആ ഒരു സമയം എന്താ? അവര് പോലും ജപിക്കാത്ത പറഞ്ഞിട്ട് കിടന്നു. ഒരു സ്വസ്ഥത തരില്ല. പൈസ ചോദിക്കുമ്പോ എല്ലാവർക്കും ഉള്ള കുഴപ്പം ഇതാ. അത് വയ്യ ചങ്കം എന്ന് പറഞ്ഞുകൊണ്ട് പുന്നാരിപ്പിച്ചോണ്ട് വരും. പൈസ അങ്ങ് കൈ കിട്ടിയാലും സന്തോഷം. 4-3-7 രൂപ കൈ വന്ന എവളൊന്നും പറയില്ലല്ല. ഭയങ്കര ആള്. നിനക്കൊക്കെ ഒരുപാട് പൈസ തരാത്തത്. ഒരുപാട് പൈസ തരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? കുണുവയ്ക്കാണ് ഈ കിടന്ന് അലക്കണത് അവള്.